ക്ഷേത്രത്തിനുള്ളിലെ വിഗ്രഹങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന ഏതെങ്കിലും
ദേവതകളുണ്ട്. ക്ഷമിക്കണം സുൽത്താൻ, എന്റെ അറിവിൽ ഈ ദേവതകളല്ല എന്നാണ് തോന്നുന്നത്. ഒരു ക്ഷേത്രത്തിലും ഇത്തരം വിഗ്രഹങ്ങൾ നാം കണ്ടിട്ടില്ല. വൈചിത്രമാർന്ന കൊത്തുപണികളോട് കൂടിയ ഇത്തരം ശില്പങ്ങൾ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. ഈ വിഗ്രഹങ്ങൾക്കൊക്കെ എന്തൊരു ചൈതന്യമാണ്. അതാ അവരുടെ കണ്ണുകൾ ചലിക്കുന്നു. ഈ ഇരുട്ടിൽ വെള്ളക്കാർ പോലെ തന്ത്രശാലികളാണ്. നമുക്കിവിടെ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം സുൽത്താൻ. വെള്ളപ്പടയെ പടിതടച്ച് പ്രതിരോധിക്കാമെങ്കിൽ ഈ നിഗൂഢതയെ എന്തിനു ഭയം? അപകടമാണ് സുൽത്താൻ. ആ പ്രതികൾ അനങ്ങുന്നു. നിങ്ങൾക്ക് എന്താണ് കാര്യം? നിങ്ങളുടെ പ്രാർത്ഥനകളുടെ സുരക്ഷാവലയത്തിൽ എന്നെയും ഉൾപ്പെടുത്തും. നിങ്ങൾക്ക് എന്ത് സഹായമാണ് ആവശ്യമെന്ന് ദയവായി അറിയിച്ചാൽ അങ്ങനെ തന്നെയാവും. ഉറയ ഈ ക്ഷേത്രവും ചുറ്റുമതികളും നാം പുതുക്കിപ്പറ്റി ഒരു ശത്രു സൈന്യത്തിനും തകർക്കാൻ പറ്റാത്ത വിധം. ഹിജറ 1200 ചാന്ദ്രമാസം അഹ്മാദിയുടെ 1-ാം നാൾ. അവസാന താളം വായിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. അന്ന് രാത്രി 3, 4, 5 യാമങ്ങൾ പിന്നിട്ടപ്പോൾ ശംസാബാദിൽ വെച്ച് എനിക്കൊരു സ്വപ്നമുണ്ടായി. സർവശക്തനായ പടച്ചവന്റെ കഠോര നീതിയെ നേരിടാൻ കഴിയില്ലേ? നീ വാ. നീയും
മറാഠികളുടെ കൂടെ ചേർന്ന് ബ്രിട്ടീഷുകാർക്കൊപ്പം സഖ്യം ചേർന്നല്ലേ? പുലികളോട് ഏറ്റുമുട്ടുന്നവർ എതികളെ അടിച്ചോടിക്കാൻ നിൽക്കാറില്ല. പടക്കളത്തിന് വെളിയിൽ വിചാരണ കൂടാതെ വലിക്കുന്നത് ഗുജറാത്ത് സർക്കാരിന്റെ നിയമം അനുസരിച്ച് കുറ്റം തന്നെയാണ്. നിനക്ക് ഇവിടുത്തെ രഹസ്യമാർഗങ്ങളെല്ലാം മറുകുള്ളതാണ്. ചെല്ല്, നിന്റെ മറാത്തൻ അവിശ്വാസികളുടെ അടുത്തേക്ക് എന്നെ മടങ്ങിച്ചില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്നെ ഞാൻ വധിച്ചിരിക്കുന്നു. സുൽത്താൻ, ഞങ്ങൾക്ക് ആവശ്യം നഷ്ടപ്പെട്ട ഭൂമിയാണ്. അത് തിരിച്ചു പിടിക്കാൻ ബ്രിട്ടീഷുകാരനല്ല, ആർക്കും പോയി ഞങ്ങൾ സഖ്യം ചെയ്യും. ബ്രിട്ടീഷുകാർ ആജ്ഞാപിക്കുന്നു, നിങ്ങളെ കൂടി കേൾക്കുന്നു. ബ്രിട്ടീഷുകാർ ഞങ്ങളുടെ സഖ്യകക്ഷികളാണ്. ഫ്രഞ്ചുകാർ സാഹിബ് നിങ്ങൾ അതിർത്തിക്കിട്ടില്ല. എന്നെ ഭരിക്കാനല്ല ഞാൻ ക്ഷണിച്ചത്. ബ്രിട്ടീഷുകാരെ ഞാൻ തുരത്തി ഓടിച്ചതാണ്. എയർപോർട്ടിൽ വെച്ച് നിങ്ങൾ മറാത്തവരുടെ സഹായത്തിന് എത്തിയില്ലായിരുന്നു. അവരിൽ പകുതിയും തുടച്ചു നീക്കപ്പെട്ടെ. ഇപ്പോഴില്ലാത്ത ദക്ഷിണദേശം ഞങ്ങൾ മറാത്തയ്ക്ക് സ്വന്തം. തോറ്റുണങ്ങുന്നവരെ വൈയക്തികമായി ആക്രമിക്കുന്നതാണ് എന്റെ രാജ്യത്തിന്റെ പാരമ്പര്യം. ബ്രിട്ടീഷുകാർ നൽകുന്ന ഓഹരി എത്ര കാലം നിങ്ങളോട് മാത്രമായി കിടക്കും. തിരുവിതാംകൂർ രാജാവ് ഇത് തന്നെയാണ് അവർ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് ചെന്ന് നിന്റെ ഹരിപത് പട്നായിക്കിനെ അറിയിക്കും. ഈ അക്രമകാരികളായ മൂവർസംഘ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ്? നൈസാമിന്റെയും മറാത്താക്കാരുടെയും സഖ്യത്തിലൂടെ വെള്ളപ്പട അധികാരത്തിന്റെയും അഭിവൃദ്ധിയുടെയും താക്കോൽ അങ്ങയുടെ അടുത്ത് നിന്നും തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സുൽത്താൻ. എന്നുവെച്ചാൽ ഇന്ത്യയുടെ സമുദ്രത്തിന്റെ മേലപ്പുഴ മുഴുവൻ വെള്ളപ്പടയുടെ അധീനതയിലാണ്. സേലവും ഡിണ്ടിഗലും കേരളവും കുരുമുളകും തിങ്ങി നിറഞ്ഞ ഗംഭീര തുറമുഖമായ മലബാർ തീരവുമാണ് അവരുടെ അടിത്തറ. അങ്ങയെ തകർക്കുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയാണ് സുൽത്താൻ. നസ്രാണിപ്പട ഒരു സമുദ്ര ശക്തിയാണ്. നമ്മുടെ ദേശമാകട്ടെ കരയാൽ കെട്ടിവിടുന്നത്. അതിനാൽ കടലിനായി ഞാൻ ദാഹിക്കുന്നു. Allah
പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കും. ഒരു വിദേശ ശക്തിയുടെ സഹായമില്ലാതെ ഇതിലും വലിയ യന്ത്ര സാമഗ്രികൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പ ഇത് നമ്മൾ ആർക്കു നേരെയാണ് പ്രയോഗിക്കേണ്ടത്? വെള്ളക്കാരന് നേരെയാണോ? ഈ ജീവിതത്തിൽ എനിക്ക് രണ്ട് ഗുരുക്കന്മാരുണ്ട്. ഒന്ന് ഭരണം പഠിപ്പിച്ചു തന്ന എന്റെ ബാപ്പയും, പിന്നെ കച്ചവടം പഠിപ്പിച്ചു തന്ന ബ്രിട്ടീഷുകാരും. ഇത്ര പുലിയുടെ ശിഷ്യനായതുകൊണ്ടാവാം വെള്ളക്കാർ അമ്മയുടെ തലയ്ക്ക് വില വാങ്ങുന്നത്. ഒട്ടകത്തിന്റെ കാലം കഴിഞ്ഞു, കപ്പലുകളുടെ കാലം വന്നു. എന്നെ പഠിപ്പിച്ചത് അവരാണ്. ഒന്ന് നിർത്തുന്നുണ്ടോ? അല്പസമയം മാത്രമാണ് നാം കുട്ടികൾക്കൊക്കെ ചിലവഴിക്കുന്നത്. അത്തരം സന്ദർഭത്തിൽ സർക്കാർ കൂട്ടാതിനല്ല അവർക്ക് ആവശ്യം. അങ്ങ് അവരുടെ അമ്മയാണ്. വർഷം ഉസ്രായി മാസത്തിലെ 6-ാം ദിവസം ദേവഗിരിക്കടുത്തുള്ള ശാലകളിൽ വെച്ച് അരിപ്പൻ പത്കട മറാത്ത സൈന്യത്തിനെതിരെ ഒരു നിശാചരണത്തിന് തയ്യാറെടുക്കുമ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി.
ഉണ്ടായിരിക്കും. രാത്രി ഏറെ വൈകിയിരിക്കുന്നു. അപ്പോൾ വിശ്രമിക്കും. നാളെ നേരം പുലരുമ്പോൾ നമ്മുടെ സൈനികർ നമ്മൾ സുരക്ഷിതരായി മടക്കുകയും ചെയ്യും. സുൽത്താൻ, വിഷകന്യകയ്ക്ക് സ്വന്തം ശരീരത്തിൽ അവകാശമില്ലല്ലോ. മടങ്ങിച്ചെന്നാൽ മരണമാണ്. എങ്കിലും ഇവിടെ വെച്ച് തന്നെ ആകട്ടെ.
ചെയ്തു ഈ ജീവിതത്തിലെ 8-ാം ദിവസം കാവേരി നദിക്കരയിലെ മരമുകളിൽ നിൽക്കുമ്പോൾ ഓടാനുള്ള ചക്രങ്ങൾക്കിടയിൽ എന്റെ കൂട്ടത്തിൽ മറ്റാരും കാണാനാവാത്ത ഒരു നേരത്തെ ചന്ദ്രക്കാരനെ കണ്ടു. ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് ആ മാസത്തിലേക്ക് മറ്റാരും കാണാൻ കഴിഞ്ഞില്ല. നീ കണ്ടതും കാണുന്നതുമായ സ്വപ്നത്തിലെ മുജാഹിദി അർപ്പിതാൻ, നീ സ്വപ്നം കണ്ട ശൈത്യകാല മേഘങ്ങളിൽ നിന്നും പെയ്തിറങ്ങുന്ന വിചിത്രമായ മുല്ലപ്പൂക്കളെയും പാമ്പുകളെയും കടുവകളെയും കുറിച്ച് താക്കീത് നൽകുന്നു. ഇരുണ്ട കാർമേഘങ്ങൾക്ക് പിറകിൽ മറഞ്ഞിരിക്കുന്ന അസ്തമിക്കാത്ത സൂര്യന്റെ കൊടും ചൂടിനെ വെളിപ്പെടുത്തി തരുന്നു. നിന്റെ സ്വപ്നത്തിലെ കടുവയുടെ മുഖവും പല്ലുമുള്ള അസാധാരണ പശുവിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. പിൻകാലുകളില്ലാത്ത ആ പശുവും കിടാവും നിനക്കൊരു താക്കീതാണ്. അല്ലാഹുവിനോട് കാവൽ തേടുക. നിന്റെ സ്വപ്നത്തിലെ ഫക്കീറായ ഷേഖ് സാദി ഷിറാസി, നീ കണ്ട സ്വപ്നത്തിൽ നിനക്ക് സമ്മാനമായി കിട്ടിയ ചീനയിലെ വെള്ളയാനെ കുറിച്ചുള്ള വ്യാഖ്യാനം ഇതാണ്. അല്ലാഹുവിന്റെ ഒഴിഞ്ഞ കരങ്ങളല്ലാതെ നിനക്ക് സഹായത്തിന് ആരും തുണയുണ്ടാവുകയില്ല. ഹദ്രത്ത് ബന്ദാ നവാസിന്റെ ദർഗയിൽ നിന്നാണ് വരുന്നത്. നീ നിത്യവും സ്വപ്നം കാണാനുള്ള ഖബർ നിനക്കൊരു മുന്നറിയിപ്പാണ്. പടച്ചവനോട് അടുത്തവരെ അവൻ വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ ഒരിക്കലും നീ ഈമാൻ കൈവിടരുത്. നീ കണ്ട സ്വപ്നത്തില് കവാടത്തിന് തകർച്ചയെ കുറിച്ച് സയ്യിദ് മുഹമ്മദ് അസ്ലത്തിന്റെ താക്കീത് നൽകാൻ വേണ്ടി വന്നതാണ്. പെയ്യാനിരിക്കുന്നത് നിനക്ക് അനുകൂലമല്ലാത്തൊരു കാലവർഷമാണ്. സ്വപ്നങ്ങളുടെ പൂന്തോട്ടങ്ങളിൽ നിന്നെ കാത്തിരുന്ന മൗലാന ജാമി, സ്വപ്നത്തിൽ നീ കണ്ട 3 വെള്ളിത്തളികളിരിക്കുന്ന ഈന്തപ്പഴം
വെള്ളരിയോളം വലുപ്പമുള്ള വാഴപ്പഴങ്ങളും സാളഗ്രാമം പോലുള്ള ബദാമുകളും നിന്റെ ഭരണത്തിന് കീഴിലെ ബഹുമത വിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണ്. നീ ഉറപ്പിച്ച നിന്റെ സിംഹാസനം തകർക്കാൻ സമുദ്രത്തിൽ നിന്നൊരു ഭീകര സത്വം പിറവികൊണ്ടിരിക്കുന്നു. നിന്റെ കിതാബിലെ സ്വഹാബി ഹസരത്ത് അലിയ നീ സ്വപ്നത്തിൽ സ്വർണ്ണനിറമുള്ള ആനപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് പ്രവേശിച്ച ചുവന്ന തുടുത്ത മാമ്പഴങ്ങളെ പറ്റിയുള്ള മുന്നറിയിപ്പ് മനുഷ്യ ജീവിതം ഒരു മരത്തിന്റെ ഓർമ്മ പോലെയാണ്. കാറ്റത്ത് കൊഴിയുന്ന ഇലകളും കൊടുങ്കാറ്റിലൊടിയുന്ന ചില്ലകളും വരാനിരിക്കുന്ന വസന്തത്തെ തടയുകയില്ലെന്ന് നീ എപ്പോഴും ഓർത്തുകൊള്ളുക. രാജ്യത്ത് വിലാപമോ കരച്ചിലോ പാടില്ല എന്ന കർശന നിർദ്ദേശം നൽകി. ഇനി എനിക്ക് ആശങ്കപ്പെടാനുള്ളത് എന്റെ രാജ്യത്തെയും എന്റെ മക്കളെ കുറിച്ചോർക്കണം. പടച്ചവൻ നമ്മളെ പരീക്ഷിക്കുന്ന ചില സമയമുണ്ട്. നമ്മൾ കരുത്തരാവോന്നറിയാം, ഈമാൻ കൈവിടുന്നുണ്ടോ എന്നറിയാം. പടച്ചവന്റെ ചോദ്യം ചെയ്യാൻ പാടില്ല. മക്കളെ, നിങ്ങൾ രാജകുമാരന്മാരായി ജനിച്ചു. സധൈര്യം മുൻപോട്ട് പോകും. ഇനിയും ഒരു പരീക്ഷണം കൂടി നമ്മൾക്ക് നേരിടേണ്ടത്. അതും ഇതുപോലെ സധൈര്യം നേരിടണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഉണയാ പടച്ചവൻ എന്നോട് കോപിച്ചിരിക്കുകയാണ്. പക്ഷേ അത്ര കണ്ട് എന്നെ കൈവിട്ടു. ഈ കൈകളിൽ കൊണ്ടാണ് അവസാന ശ്വാസം വിടും. അവരുടെ മക്കളെ ഈ രാജ്യത്തിന്റെ പഴയ വസ്തുവായി വെച്ചിരിക്കുന്നു എന്ന് അറിയും മുന്നേ അവൾ യാത്ര ഉണയ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന പുതിയ ഭാഷയാണ്. 7ഉം 8ഉം വയസ്സുള്ള ബാല്യം വിടാത്ത കുട്ടികളെ യുദ്ധത്തടവുകാരാണ്. നമ്മുടെ രാജകുമാരന്മാരുടെ ജീവൻ അപകടത്തിലാകുന്നു. രാജ്യസുരക്ഷയ്ക്ക് എന്താണ് പ്രശ്നം? അപകടം എന്താണ് അപകടം? കോൺവാലിസ് പ്രഭു പറഞ്ഞു, നിങ്ങളും കേട്ടത്. അവർ നമ്മുടെ മക്കളെ ഉപദ്രവിക്കില്ല, വിഷം കൊടുക്കുകയോ കൊല്ലുകയോ ചെയ്യും. കാരണം ബ്രിട്ടീഷുകാർക്ക് അതിലൊരു സ്ഥാപനം
സാമ്പത്തിക ലാഭവും മുദ്രവുണ്ട്. അവരുടെ വ്യവസ്ഥകൾ നാം അംഗീകരിച്ചു. താങ്കൾ മരുമക്കൾക്ക് കൂട്ടുപോകും. അവരുടെ ഉമ്മ അവരെ വിട്ടുപോയി. ഈ കുടുംബവും അവരെ തീർത്തും ഉപേക്ഷിച്ചു എന്ന വേദന അവർക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇങ്ങടുത്ത് വരും. ഇത് രാഷ്ട്രീയമാണ്, ഇത് രാജതന്ത്രമാണ്. പഠിക്കാത്ത രാജതന്ത്രത്തിൽ ഈ കുതന്ത്രം കുറിച്ചു വെച്ചുകൊണ്ടു. നീ എന്തിനാണ് എന്താണ് എന്നോട് പറയാൻ? അപ്പാ, എനിക്ക് അപ്പയോടല്ല പറയാനുള്ളത്, ഈ ഇരിക്കുന്ന പ്രജകളോടാണ്. ഈ ഡ്രാമ സ്കൂളിൽ വന്ന കാലം മുതൽക്ക് ഇവിടുത്തെ കുട്ടികളുടെ വേഷമൊക്കെ സ്ഥിരമായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇതിലെങ്കിലും എനിക്കൊന്ന് അച്ഛനാവണം. നിങ്ങൾക്കൊക്കെ സമ്മതമാണോ? ആണോ? എന്താ പറയാ, അപ്പോ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാനൊന്ന് ടിപ്പുമായിട്ട് വേഷപ്പെട്ടോട്ടെ. അയ്യോ, അങ്ങനെയല്ല, മറ്റേ തീം മ്യൂസിക് ഇടണ്ടേ? ഈ മുയസ്സുവിന്റെ വേഷം അച്ചു ചെയ്യട്ടെ. അവനെന്റെ മകനാകട്ടെ, ഞാനവന്റെ അച്ഛനാകട്ടെ. ഞാൻ തയ്യാറാണ്. എനിക്കങ്ങനെ ഒട്ടും ഭയമില്ല. തിരുമാനി, എന്റെ മക്കളെ എല്ലാ ബഹുമതികളോടും കൂടെ സ്വീകരിക്കാൻ ബ്രിട്ടീഷുകാർ കരുതണം. അവർ രാജകുമാരന്മാരാണ്. അവരുടെ കാര്യത്തിൽ ഒരു പിഴവ് പോലും ഉണ്ടാവാൻ പാടില്ല. ചെറുതുപോലും ഞാനത് സഹിക്കില്ല. രാജകുമാരന്മാരെ അതോട് സേവിച്ച് അസ്ത്രസൈന്യവും കാലാൽ പടയും നിന്നട്ടെ. നെറ്റിപ്പട്ടം കെട്ടിയ ആലപ്പുറത്ത് വേണം അവരെ പറഞ്ഞയക്കാൻ. അതിന് പുറകെ വെള്ളിക്കുരിശിൽ കുന്തങ്ങളോടും 101 പറയാനും നീങ്ങട്ടെ. 104 വെള്ളക്കാളും മുടങ്ങട്ടെ. അവരെ വീരനായകന്മാരെ പോലെ പറഞ്ഞേക്കണം. നമ്മുടെ ദേശത്തിന്റെ കീർത്തി തുടിക്കുന്ന പ്രതീകങ്ങൾ പോലെ ഉജ്ജ്വലമായ ഒരു യാത്രയായിട്ട്. അതിലങ്ങനെ
സന്ധി ചേരുകയല്ലാതെ മറ്റു. ആയിരം വർഷം ആടിനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മുസ്ലിങ്ങളെ കടുവ പോലെ മരിക്കുന്ന ഇനി യുദ്ധമാണ്. ബ്രിട്ടീഷുകാരുമായി സന്ധിയില്ല യുദ്ധം. Tiger, burning bright in the forests of the night. What immortal hand or time to frame thy fearful similitude. With what distant deeds of time burn the fire of thine eyes. And what means there to outfare from the time there seems the fire. What shoulder and what heart is this? The feeling of the heart. When the breath began to breathe, the time and what when the stars flew down the fields, and watered the heavenly their tears. If you smile his work to see, he who made the sun may see. Tiger, burning bright in the forests of night, what immortal hand of ice, there, frame thy fearful similitude. Fearful similitude. ജാഫറി മാസത്തിലെ 8-ാം തീയതി എനിക്കൊരു സ്വപ്നമുണ്ടായി. കൊടുങ്കാടിന് നടുവിൽ വെച്ചുള്ള യുദ്ധത്തിൽ നസ്രാണിപ്പട തോറ്റ് പിന്തിരിഞ്ഞ് ഓടുന്നതാണ്. 1224 റാസി മാസം 3-ാം തീയതി എനിക്കൊരു സ്വപ്നമുണ്ടായി. വെള്ളക്കാർ യൂറോപ്പിലുണ്ടായ കനത്ത തോൽവിയെ തുടർന്ന് വംഗദേശം വിട്ടുപോകുന്നതായി. 1225 ശാഖി മാസം 28-ാം തീയതി എനിക്കൊരു സ്വപ്നമുണ്ടായി. പരമകാരുണ്യനായ പടച്ചവന്റെ ഇജാസത്തും ആഫിയത്തും ഉണ്ടെങ്കിൽ വെള്ളപ്പടയെ ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി തുരത്തുമെന്ന്.
ശാസ്ത്രങ്ങൾ മെച്ചപ്പെടുത്തുന്നത്. അച്ചു രാമഗന്ധി ഗ്യാൻ കിഷൻ. മ്യൂസിക് ആൻഡ് സൗണ്ട് ഡിസൈൻ നാരു പറ. മ്യൂസിക് എക്സിക്യൂഷൻ അച്ചു. മ്യൂസിക് സ്റ്റുഡന്റ് ഇൻചാർജ് റീമ. Set consultant Shalio Andrew. Set execution Joey Chetan. Set student in charge Satyajit. Set crew Adarsh, Shivaprasad, Harish, Ashish, Vivek, Indira, Vishnu. Light design Alex Sunny. Light execution Vidya Rani S. Light in charge Ranjit Dingi. Light student in charge Yan Kishan. Light group Ramshi, Archana P, Rahul Puri, Kanya Kumar, Karthik, Vinu, Vijay, Kushan Awasthi, Vishnu Raj, Karthik G, Maruada. Costume consultant Chalu Stalin. Costume execution Revender. Costume in-charge Shivaprasad P. Costume student in-charge Supradhan. Costume group Aksana P, Abhinav Jason, Sasi Kanti, Sri Sultana, Adarsh Javekar, Sines Naik, Pasil, Emma Saravit, Vidya Rani S. Property in-charge Srijit Eliu. Property student in-charge Kanji. Floor in-charge Prince. Exhibition in-charge Fasil Sri Sultana. Exhibition group Ishan Singh, Kushan Awasthi, Krishna, Adarsh Golekar, Aravind, Vishwajit Sandavara, Aditya Nayak. Daniel. Documentation and brochure Aditya K. Poster design Adil Shahjahan. Documentation and publicity student in charge Akash PS. Sporting theatre workshop coloring training Shaiju Gulkar DPS coloring Konani. Actor Riyan Sadi Tulasida. Grateful Tide of History lecture Anand Sachin. Choreography Sujit Kalamandalam. Stage manager Achu. Production manager Ajit Chandran. Faculty coordinator Shibu S. Kotar.
Man's Book of Brains, Soft Nama, directed by Aliyar Ali.